പ്രശസ്ത ഗായകൻ, നമ്മളുടെ കേരളത്തിൻ്റെ അഭിമാനമായ ഭാവഗായകൻ ജയേട്ടൻ ഗാനമേളയ്ക്ക് തൃശ്ശൂരിൽ വന്നിരിക്കുകയാണ്. പിന്നണിക്കാരില്ലാതെയാണ് വന്നത്. കാരണം അവിടെ മനോഹരമായി പിന്നണി വായിക്കുന്ന ഒരു ട്രൂപ്പുണ്ട്, വോയിസ് ഓഫ് തൃശ്ശൂർ. അദ്ദേഹം ഒരുപാട് പരിപാടികൾ അവർ പിന്നണി വായിച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിടുക്കന്മാരാണ്. പക്ഷേ എന്നാൽ അത്ര വലിയ പ്രൊഫഷണൽസ് അല്ല അവർ. കാരണം അവർക്ക് പല ജോലികൾ ചെയ്യുന്നവരാണ്. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഒരു പ്രതിഭ, യൗവനത്തിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ, പക്ഷേ മഹാപ്രതിഭയാണ്. ഗിറ്റാർ വായിക്കും, ഹാർമോണിയം വായിക്കും, പുല്ലാങ്കുഴൽ വായിക്കും, വായിക്കാത്ത ഉപകരണങ്ങളില്ല. ചേട്ടന് ഏറെ ഇഷ്ടപ്പെട്ടു ആ യുവാവിനെ. ഈ പ്രതിഭാശാലി ഇവിടെ നിന്നാൽ പോരാ, ഇവൻ ഉയരണം. അതിന് അന്നത്തെ ഏറ്റവും മികച്ച സംഗീത സംവിധായകനായ ദേവരാജൻ മാഷിൻ്റെ അടുത്തേക്ക് ജയേട്ടൻ ആ യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയി. ആരായിരുന്നു ആ പ്രതിഭാധനായ യുവാവ്? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും NSK രാഗപരിചയത്തിലേക്ക് സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ നിലമ്പൂർ സുനിൽ. 1953 തൃശ്ശൂരിൽ സംഗീത പാരമ്പര്യമുള്ള ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ആ കുട്ടി പിറന്നത്. അതിമനോഹരമായി പാടാൻ കഴിവുണ്ട്, എല്ലാ ഇൻസ്ട്രുമെൻസിനും താല്പര്യമുണ്ട്. പള്ളിയിലെ കൊയറിലാണ് ആദ്യം പാടിത്തുടങ്ങിയത്. സ്വന്തമായി ഹാർമോണിയം വായിച്ച് പഠിക്കാൻ തുടങ്ങി. ഹാർമോണിയം സ്വായത്തമാക്കി. പിന്നെ ഗിറ്റാറായി കമ്പം. ഗിറ്റാറും ഏകദേശം പഠിച്ചു. അങ്ങനെ ഗിറ്റാറും ഹാർമോണിയം മാറി മാറി വായിക്കുന്ന ആ യുവാവ് ഇതിൻ്റെ ഒപ്പം പഠിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും അത്ര യുവാവിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോഴാണ് സ്വന്തമായി ഒരു ട്രൂപ്പ് നിർമ്മിക്കണം എന്നൊരു തോന്നലുണ്ടായി. അന്നത്തെ പ്രഗത്ഭമതികളായ തൃശ്ശൂരിലെ ആർട്ടിസ്റ്റുകളെ കൂട്ടി ഒരു ട്രൂപ്പ് സ്വന്തമായി നിർമ്മിച്ചു. അതിലത്തെ ഏറ്റവും ചെറിയ പ്രായക്കാരനായിരുന്നു ആ യുവാവ്. അങ്ങനെ അവിടെ ധാരാളം പ്രതിഭാശാലികളുടെ കൂട്ടത്തിൽ ആയപ്പോൾ മറ്റൊരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടി പഠിച്ചു. പുല്ലാങ്കുഴൽ, ഡ്രംസ്, വയലിൻ, അങ്ങനെ ധാരാളം വളരെ പ്രശസ്തിയിലേക്ക് വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന ആ ട്രൂപ്പ് ഉയർന്നു. വലിയ വലിയ പ്രോഗ്രാമുകൾ അവർക്ക് കിട്ടിത്തുടങ്ങി. ഏറെ പ്രശസ്തനായ ഗായകൻ, ഭാവഗായകൻ ജയേട്ടൻ വരെ അവരുടെ പിന്നണിയോടുകൂടി ഗാനമേളകൾ നടത്തി. ധാരാളം ഗാനമേളകൾ ജയേട്ടൻ സഹകരിച്ചു. അങ്ങനെ പ്രതിഭാശാലിയായ ആ യുവാവ് ജയേട്ടനോട് കൂടുതൽ അടുത്തു. അവൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ ജയേട്ടൻ ഇവൻ ഇവിടെ നിന്നാൽ പോരാ എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകനായ ദേവരാജൻ മാഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. 1974 ദേവരാജൻ മാഷിൻ്റെ സന്നിധിയിൽ ആ യുവാവ് എത്തിച്ചേർന്നത്. അത് വലിയൊരു അനുഭവമായിരുന്നു. സംഗീതത്തിൽ വളരെ കൃത്യതയുള്ള, വളരെ പ്രതിഭാശാലിയായ ആ യുവാവിന് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അവബോധവും കൂടി ലഭിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ RK ശേഖർ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു. 1974 ദേവരാജൻ മാഷിൻ്റെ കൂടെ ചേർന്ന ആ യുവാവ് തൻ്റെ പ്രതിഭയുടെ തിളക്കം കാരണം 1978 ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് പശ്ചാത്തലമൊരുക്കി. അത് മറ്റാരുടെയും സിനിമയായിരുന്നില്ല, ഏറെ പ്രിയപ്പെട്ട നമ്മളുടെ സംവിധായകൻ ഭരതേട്ടൻ്റെ ആയിരുന്നു. ഭരതേട്ടൻ ഒരു സംവിധായകൻ മാത്രമല്ല, മികച്ച ഒരു ചിത്രകാരനാണ്, അതുപോലെ നന്നായിട്ട് സംഗീതം അറിയുന്ന ആളാണ്. അങ്ങനെ ഭരതേട്ടന് തോന്നി ഈ യുവാവ്, ഇത്രയും തീക്ഷ്ണമായ സംഗീത അഭിനിവേശമുള്ള ഈ യുവാവ് ഉയരങ്ങളിലെത്തും എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെയാണ് ഭരതേട്ടൻ ആരവത്തിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുവാൻ ആ യുവാവിനെ ക്ഷണിച്ചത്. അത് വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിച്ചു. പിന്നെ ധാരാളം സിനിമകളിൽ ആ യുവാവ് പശ്ചാത്തല സംഗീതം ഒരുക്കി. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ, അതേപോലെ തന്നെ തകര, ചാമരം എല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീടാണ് സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ട് ആ യുവാവിന് മാറാൻ കഴിഞ്ഞത്. വൈവിധ്യമാർന്ന മെലഡികൾ ചെയ്ത അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് ചേക്കേറിയത്. പൊന്തന്മാട എന്ന സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിനും അദ്ദേഹത്തെ ദേശീയ അവാർഡ് തേടിയെത്തി. അതേപോലെ സുഹൃതം എന്ന സിനിമയിൽ അതിമനോഹരമായ സംഗീതം ചെയ്തതിന് ഏറ്റവും നല്ല സംഗീത സംവിധായകനുള്ള ദേശീയ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. പക്ഷേ പൊതുവെ നമ്മളുടെ പ്രിയപ്പെട്ട ജോൺസൺ മാഷ് ഒരു കർക്കശക്കാരനാണെന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. ഉള്ളിലൊരു കടലോളം സ്നേഹമുണ്ടായിട്ടും പലപ്പോഴും നിർമ്മാതാക്കളോടും മറ്റു പലരോടും അദ്ദേഹത്തിന് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരു കാരണത്തിനുമല്ല, തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായ പ്രതിഫലം കിട്ടണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാശിയായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായി അദ്ദേഹം പണം നൽകാൻ വേണ്ടി അദ്ദേഹം വാശി പിടിച്ചിരുന്നു. അത് അദ്ദേഹത്തിന് ഒരുപാട് ശത്രുതയുണ്ടാക്കി എന്ന് സിനിമാ വൃത്തത്തിൽ പറയാറുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ തെറ്റല്ല, അദ്ദേഹത്തിൻ്റെ ജോലിയിലുള്ള കൃത്യതയായിരുന്നു.
എന്തിനേറെ പറയുന്നു, എന്തോരം ഗാനങ്ങൾ അദ്ദേഹം ഏകദേശം 300-ലധികം സിനിമകളിലേക്ക് അദ്ദേഹം ഗാനങ്ങൾ ചെയ്തു. സത്യനന്ദിക്കാട്, ഭരതൻ സാറ്, അതുപോലെ സിബി മലയിൽ, പത്മരാജൻ സാറിൻ്റെ 17 സിനിമകളെങ്ങാണ്ട് പത്മരാജൻ സാർ ചെയ്തു എന്നാണ് പറയുന്നത്. അതിൽ 11 ജോൺസൺ മാഷാണ് സംഗീതം ചെയ്തത്. അങ്ങനെ ആ എല്ലാ സംഗീത സംവിധായകർക്കും വേണ്ടിയും അദ്ദേഹം ഈണമിട്ടു. കാരണം അത്രയും മെലോഡിയസ് ആയിരുന്നു ജോൺസൺ മാഷിൻ്റെ ഗാനങ്ങൾ. ആരെയും ഒറ്റക്കഴിവിൽ ആകർഷിക്കുന്ന ഒരുപാട് മെലഡികൾ അദ്ദേഹം ചെയ്തു. എത്ര കേട്ടാലും മതിവരാത്തവയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ. 1991 അപൂർവമായൊരു റെക്കോർഡിനും അദ്ദേഹം ഉടമയായി. ആ ഒരൊറ്റ വർഷം തന്നെ 31 സിനിമയാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചത്. അതിലൊരു പ്രത്യേകത കൂടിയുണ്ട്, 29 സിനിമ കൈതപ്രം സാറിൻ്റെ കൂട്ടുകെട്ടിലായിരുന്നു. അവർ തമ്മിൽ ചേർന്നാൽ വളരെ യോജിപ്പായിരുന്നു. മറ്റുള്ള കവികളുടെയും ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സത്യനന്ദിക്കാട് സാറ് ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹം ധാരാളം ഗാനങ്ങൾ ജോൺസൺ മാഷ് ചെയ്തു. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി ഇളയരാജ സാറിനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് പറഞ്ഞ് ജോൺസൺ മാഷിനോട് ചോദിച്ചത്രേ, ജോൺസ, ഞാനിങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇളയരാജയെ കൊണ്ട് ചെയ്യിക്കാമെന്ന് കരുതുന്നു. അത് കേട്ടപ്പോൾ ജോൺസൺ മാഷ് പറഞ്ഞത്, ഒരു തെറ്റുമില്ല, കാരണം നമ്മളുടെ സൗഹൃദം സിനിമയിലാണ് തുടങ്ങിയത്. ആ സൗഹൃദം സിനിമയില്ലാതാകുമ്പോൾ തീരാൻ പാടില്ല. എൻ്റെ സംഗീതം വേണമെന്ന് തോന്നുമോ അന്ന് എന്നെ വിളിച്ചാൽ മതി, ഞാൻ റെഡിയാണ്. എത്രയും ഉദാത്തമായ മനസ്സുള്ളവർക്ക് അത് പറയാൻ കഴിയും. അതുപോലെ നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ സാർ പറയുകയുണ്ടായി, അദ്ദേഹവും ജോൺസൺ മാഷും ഒരേ ട്രൂപ്പിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത്രയും സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു. ഔസേപ്പച്ചൻ സാർ ഒരിക്കൽ പറഞ്ഞു, തൻ്റെ എല്ലാ ഗാനങ്ങളും ചേർത്ത് വെച്ചാൽ പോലും ജോൺസൺ ചെയ്ത ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന ഗാനത്തിൻ്റെ അടുത്തെത്തില്ല എന്ന്. ഇതിൽ പരം എന്ത് അവാർഡാണ് നമ്മളുടെ പ്രിയപ്പെട്ട ജോൺസൺ മാഷിന് വേണ്ടത്? അദ്ദേഹം ചെയ്ത ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളുടെ മലയാള സിനിമയിൽ ദേവരാജൻ മാഷിന് ശേഷം ഇത്രയധികം മെലോഡിയസായ ഗാനങ്ങൾ ചെയ്ത മറ്റൊരു സംഗീത സംവിധായകനില്ല. അതേപോലെ പശ്ചാത്തല സംഗീതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇന്നും മലയാള സിനിമയിൽ ജോൺസൺ മാഷിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഏറ്റവും മികച്ച പശ്ചാത്തല സംഗീതത്തിൻ്റെ റെക്കോർഡും കിടക്കുന്നത്. മെലഡികളുടെ തമ്പുരാനായ ജോൺസൺ മാഷിൻ്റെ പാട്ടുകൾ പറഞ്ഞാൽ തീരില്ല. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, കുഞ്ഞിമണിച്ചെപ്പു തുറന്നെണ്ണി നോക്കും നേരം, പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. എൻ്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, ദേവി ആത്മരാഗമേകാൻ, രാജഹംസമേ മഴവിൽ കുടിലിൽ, പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ, അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? രാഗദേവനും നാഗകന്യയും പ്രണയതീരത്തെ പൂന്തിരകളിൽ, ഗോപികേ നിൻ വിരൽ തുമ്പുരും വിവിധും. എത്ര ഗാനങ്ങൾ പറയണം, എത്ര ഗാനങ്ങൾ പറഞ്ഞാലും തീരില്ല. അത്രയധികം ഗാനങ്ങളാണ് നമ്മളുടെ ജോൺസൺ മാഷ് നമ്മൾക്ക് നൽകിയത്. ഇനിയും ഒരുപാടുണ്ട്. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോൺസൺ മാഷിനെ ഇന്ന് ഓർത്ത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന അതിമനോഹരമായ സിനിമയിൽ ശുദ്ധധന്യാസി രാഗത്തെ ബേസ് ചെയ്ത് മനോഹരമായ മെലോഡിയസായ ഒരു ഗാനം ജോൺസൺ മാഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ONV സാറിൻ്റെ വരികളാണത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആ ഗാനം പാടുന്നത് ഞങ്ങളുടെ ശ്രീരാഗത്തിൻ്റെ സ്വന്തം ഗായകനായ സനു മോഹനാണ്. സനു മോഹൻ്റെ മധുരോദരമായ ശബ്ദത്തിൽ ആ ഗാനം ഇതാ. മെല്ലെ മെല്ലെ മുഖപടം
തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയ പെൺ കിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരാരും അറിയാത്തൊരാത്മാവിൻ തുടിപ്പു പോലാലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. പ്രിയപ്പെട്ടവരെ, സനുമോഹൻ്റെ മാധുര്യമൂർന്ന ശബ്ദത്തിൽ മെല്ലെ മെല്ലെ മുഖപടം എന്ന ഗാനം നിങ്ങൾ കേട്ടുവല്ലോ. ഈ ഗാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിലമ്പൂർ സുനിൽ.